भारत माता की जरा जोर से बोलिए, सेक्रेटरी तक आवाज जानी चाहिए। भारत माता की। मंच पर उपस्थित केरल भारतीय जनता पार्टी के अध्यक्ष, केरल भारतीय जनता पार्टी के नेतागण और केरल भर से आए हुए प्यारे कार्यकर्ता भाई और बहनों, സന്നിഹിതരായിട്ടുള്ള പാർട്ടിയുടെ നേതാക്കളെ, കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എത്തിയിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട പാർട്ടി പ്രവർത്തകരെ, നിങ്ങൾക്ക് നമസ്കാരം. आज जब मैं इस बरसती बारिश में आप लोगों के सामने खड़ा हूं, तब दो चीजें एक साथ होने जा रही है. एक केरल सरकार के, भ्रष्ट केरल सरकार के 4 साल समाप्त हो रहे हैं और नरेंद्र मोदी सरकार का 1 साल समाप्त हो रहा है. ഈ വർഷത്തെ ഈ മഴക്കാലത്ത് കോരിച്ചൊരിയുന്ന മഴയത്ത് നിങ്ങളുടെ മുന്നിൽ ഞാൻ നിൽക്കുമ്പോൾ രണ്ട് സാഹചര്യങ്ങളാണ്, രണ്ട് സന്ദർഭങ്ങളാണ് ഇവിടെ ഒരുമിച്ച് വരുന്നത്. ഒന്ന്, കേരളത്തിലെ അഴിമതി നിറഞ്ഞ സർക്കാരിന്റെ 4 വർഷം പൂർത്തിയാകുന്നു. കേന്ദ്രത്തിൽ നരേന്ദ്രമോദിജിയുടെ 1 വർഷം പൂർത്തിയാകുന്നു. सरकारें तो दोनों सरकारें हैं, लोगों ने चुनी हुई सरकारें हैं, मगर दोनों सरकार के कामकाज में बहुत बड़ा अंतर है. രണ്ട് സർക്കാരുകളും രണ്ട് ഗവൺമെന്റുകളും ഗവൺമെന്റുകളാണ്, ജനങ്ങൾ തെരഞ്ഞെടുത്ത ഗവൺമെന്റുകളാണ്. പക്ഷേ ഈ രണ്ട് സർക്കാരുകളുടെയും നയങ്ങളിലും പരിപാടികളിലും വലിയ വ്യത്യാസമുണ്ട്. एक सरकार ये है दिल्ली में जो चलती है, जो गरीब के लिए चलती है, प्रामाणिक शासन के लिए चलती है, देश को आगे ले जाने के लिए चलती है. दूसरी सरकार जो केरल में चलती है, वो भ्रष्टाचार करने के लिए चलती है, गरीबों का शोषण करने के लिए चलती है और भाजपा की विचारधारा के कार्यकर्ताओं पर अत्याचार करने के लिए चलती है. കേന്ദ്രത്തിലെ സർക്കാർ ഈ നാട്ടിലെ സാധാരണക്കാരുടെ, പാവപ്പെട്ടവരുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള സർക്കാരാണ്. കേന്ദ്രത്തിലെ സർക്കാർ വിശ്വാസ്യതയുള്ള സർക്കാരാണ്. കേന്ദ്രത്തിലെ സർക്കാർ ഈ നാട്ടിലെ സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള സർക്കാരാണ്. ഇവിടെ കേരളത്തിൽ അഴിമതി നിറഞ്ഞ സർക്കാർ, പാവപ്പെട്ടവരെ ദ്രോഹിക്കുന്ന സർക്കാർ, ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകരെ, ആ പ്രവർത്തകർക്കെതിരായിട്ട് അക്രമം കാണിക്കുന്ന സർക്കാർ, അനീതി കാണിക്കുന്ന സർക്കാർ, അങ്ങനെ ഒരു സർക്കാരാണ് കേരളത്തിൽ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. मित्रों, ये सरकार जो चल रही है वो कांग्रेस की सरकार है और कांग्रेस के डीएनए में करप्शन है, उनके खून के अंदर भ्रष्टाचार व्याप्त हो चुका है. കേരളത്തിലെ സർക്കാർ കോൺഗ്രസിന്റെ സർക്കാരാണ്. കോൺഗ്രസിന്റെ ശരീരത്തിലെ ഓരോ കോശവും അത് അഴിമതിയുടെ അംശമുള്ളതാണ്. അവരുടെ രക്തത്തിൽ അഴിമതി അലിഞ്ഞു ചേർന്നിട്ടുള്ളതാണ്. जब यूपीए की सरकार दिल्ली में चलती थी, तब 10 साल तक करीब करीब छोटे मोटे 76 घोटाले करे और 12 लाख करोड़ रुपया भारत की जनता का कांग्रेस ने भ्रष्टाचार में गबन किया था. 10 കൊല്ലക്കാലം ഡൽഹിയിൽ യുപിഎ സർക്കാർ ഭരിച്ചിരുന്ന കാലത്ത് 76 അഴിമതികൾ, 12 ലക്ഷം കോടി രൂപയുടെ വെട്ടിപ്പ്, അതാണ് കോൺഗ്രസിന്റെ സർക്കാർ ഡൽഹിയിൽ ഭരിച്ച കാലത്ത് നടത്തിയത്. और यहाँ पर भी जो 4 साल सरकार चली है, उसने घोटालों की एक बहुत बड़ी सूची तैयार करी है. पामोलिन घोटाला, ट्रावनकोर टिटेनियम प्रोडक्ट का घोटाला, सौर ऊर्जा का घोटाला, नर्सिंग घोटाला, मणि के खाम सामने जितने भी आरोप लगे हैं, वो सारे के सारे ये बताते हैं कि ये चांदी सरकार घोटालों की सरकार है. കേരളത്തിലെ സർക്കാർ അഴിമതി നിറഞ്ഞ കേന്ദ്രത്തിലെ യുപിഎ ഗവൺമെന്റിനെ പോലെ തന്നെ കേരളത്തിലെ സർക്കാരും അഴിമതിയിൽ മുങ്ങിക്കുളിച്ച ഗവൺമെന്റാണ്. പാമോലിൻ അഴിമതി, ടൈറ്റാനിയം പ്രൊഡക്ട്സിലെ അഴിമതി, സോളാർ അഴിമതി, കെ എം മാണിയുടെ ബജറ്റ് വിൽപ്പന,
അങ്ങനെയുള്ള നിരവധി അഴിമതികൾ, അങ്ങനെ അഴിമതികളിൽ കുംഭകോണങ്ങളിൽ മുങ്ങിക്കുളിച്ചിട്ടുള്ള സർക്കാരാണ് കേരളത്തിൽ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. और एक और हमारे प्रधानमंत्री नरेंद्र मोदी जी एक सरकार चला रहे हैं। 1 साल के अंदर हमारे विरोधी भी उस सरकार पर एक भी घोटाले का आरोप नहीं कर सकते। കേന്ദ്രത്തിൽ നരേന്ദ്രമോദിജിയുടെ സർക്കാർ, ആ സർക്കാരിനെതിരായിട്ട് പ്രതിപക്ഷ പാർട്ടികൾ പോലും ഒരാരോപണം പോലും, അഴിമതിയുടെ ഒരാരോപണം പോലും ഇതുവരെ ഉന്നയിച്ചിട്ടില്ല. नरेंद्र मोदी जी ने जो कोयला घोटाला किया था, वो कोयला की खदानों को 230 खदानों में से सिर्फ 20 खदानों का नीलामी किया और भारत सरकार के खजाने में 2 लाख रुपए का इजाफा किया है। നരേന്ദ്രമോദിജിയുടെ സർക്കാർ 230 ഖനികളിൽ വെറും 20 എണ്ണത്തിന്റെ ലേലമാണ് നടത്തിയത്. ആ 20 എണ്ണത്തിന്റെ ലേലം നടത്തിയപ്പോ ഈ രാജ്യത്തിന്റെ ഖജനാവിലേക്ക് 2 ലക്ഷം കോടി രൂപയാണ് വരുമാനമായിട്ട് വന്നിട്ടുള്ളത്. അങ്ങനെയുള്ള സർക്കാരാണ് നരേന്ദ്രമോദി സർക്കാർ. और 2G घोटाला करने वाली ये यूपीए सरकार से 1/3 स्पेक्ट्रम का नीलामी कर 1,09,000 करोड़ रुपया भारत के खजाने में जमा किया है। 2G സ്പെക്ട്രം ഇടപാടിൽ കോടികളുടെ അഴിമതി നടത്തിയ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്തിന് പകരം ആ സ്പെക്ട്രത്തിന്റെ 1/3 മാത്രം ലേലം ചെയ്തപ്പോ 1 ലക്ഷം കോടി രൂപയുടെ വരുമാനമാണ് ഈ രാജ്യത്തിന്റെ ഖജനാവിലേക്ക് നരേന്ദ്രമോദി സർക്കാർ മുതൽ കൂട്ടിയത്. मित्रों, नरेंद्र मोदी सरकार देश के गरीबों के लिए काम करने वाली सरकार है। നരേന്ദ്രമോദിജിയുടെ സർക്കാർ ഈ രാജ്യത്തെ പാവപ്പെട്ടവർക്ക് വേണ്ടി ജോലിയെടുക്കുന്ന പണിയെടുക്കുന്ന സർക്കാരാണ്. 68 साल से इस देश में कांग्रेस ने शासन किया, मगर देश के 60 करोड़ लोगों के पास बैंक अकाउंट भी नहीं था। 68 കൊല്ലക്കാലം ഈ രാജ്യം കോൺഗ്രസ് ഭരിച്ചു. പക്ഷേ ഈ രാജ്യത്തെ ലക്ഷക്കണക്കിന് ആളുകൾക്ക് ബാങ്ക് അക്കൗണ്ട് പോലും ഉണ്ടായിരുന്നില്ല. और हमारी सरकार ने, भाजपा सरकार ने, मोदी सरकार ने 1 साल के अंदर 14 करोड़ परिवारों को बैंक अकाउंट देने का काम समाप्त कर दिया। നരേന്ദ്രമോദിജിയുടെ സർക്കാർ ഒരു കൊല്ലം കൊണ്ട് 14 കോടി ആളുകൾക്ക് ബാങ്ക് അക്കൗണ്ട് നൽകുന്ന പ്രവർത്തനമാണ് ഇവിടെ നടത്തിയിരിക്കുന്നത്. और इतना ही नहीं, अब जितने लोगों के पास देश भर में बैंक अकाउंट है, वो सभी को साल के 12 रुपये में 2 लाख का एक्सीडेंट बीमा और 300 रुपये में 2 लाख का लाइफ इंश्योरेंस देने का काम नरेंद्र मोदी सरकार ने किया है। ബാങ്ക് അക്കൗണ്ടുകളുള്ള മുഴുവൻ ആളുകൾക്കും വെറും 12 രൂപയുടെ പ്രീമിയത്തിൽ അപകട ഇൻഷുറൻസ്, 330 രൂപയുടെ പ്രീമിയത്തിൽ ജീവൻ ഇൻഷുറൻസ്, അങ്ങനെയുള്ള ഇൻഷുറൻസ് പദ്ധതിയാണ് നരേന്ദ്രമോദിജിയുടെ സർക്കാർ നടപ്പിലാക്കിയിരിക്കുന്നത്. और उसके माध्यम से हमने गरीब आदमी के जीवन में एक सुरक्षा का चक्र निर्माण किया है। അതിലൂടെ ഈ നാട്ടിലെ പാവപ്പെട്ടവരുടെ ജീവിതത്തില് ഒരു സൂര്യോദയമാണ് നരേന്ദ്രമോദി സർക്കാർ സൃഷ്ടിച്ചിരിക്കുന്നത്. मित्रों, ये नरेंद्र मोदी सरकार ने देश में बेरोजगारी के खिलाफ एक बहुत बड़ी जंग छिड़ी है। രാജ്യത്തെ തൊഴിലില്ലായ്മക്കെതിരായിട്ട് നരേന്ദ്രമോദിജിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ വളരെ വലിയൊരു പ്രവർത്തനമാണ് ആരംഭിച്ചിരിക്കുന്നത്. और उसके लिए मेक इन इंडिया और स्किल डेवलपमेंट के माध्यम से गरीब बेरोजगार को रोजगारी देने की योजना लेकर नरेंद्र मोदी सरकार आई है। മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയും സ്കിൽ ഡെവലപ്മെന്റ് പദ്ധതികളിലൂടെ ഈ നാട്ടിലെ ചെറുപ്പക്കാർക്ക് മുഴുവൻ, തൊഴിൽരഹിതരായിട്ടുള്ള ആളുകൾക്ക് അവർക്ക് മുഴുവൻ തൊഴിൽ നൽകാനുള്ള സംവിധാനമാണ് കേന്ദ്ര സർക്കാർ ഏർപ്പെടുത്തിയിരിക്കുന്നത്. और 68 साल से कांग्रेस की सरकार जब देश का किसान कुदरती आपदा के अंदर घिरता था, उसके मदद के लिए कुछ नहीं कर रही थी। 68 കൊല്ലക്കാലം ഈ രാജ്യത്തെ കർഷകൻ വിധിക്ക് കീഴടങ്ങിയിരുന്ന സാഹചര്യത്തിൽ കോൺഗ്രസ് സർക്കാർ ഒന്നും ചെയ്തിരുന്നില്ല. और भारतीय जनता पार्टी की मोदी सरकार ने
68 साल से अंग्रेजों के समय से चले हुए नियमों को बदलकर कुदरती आपदा के वक्त सिर्फ 33% नुकसान होता है तो किसान को मुआवजा देने का प्रावधान किया है। കേന്ദ്ര സർക്കാർ ബ്രിട്ടീഷുകാരുണ്ടാക്കിയ നിയമം മാറ്റിക്കൊണ്ട് വിധിക്ക് കീഴടങ്ങേണ്ടി വരുന്ന ഈ നാട്ടിലെ സാധാരണ കർഷകന്റെ സാഹചര്യങ്ങൾ ആ സാഹചര്യങ്ങളിൽ മാറ്റം വരുത്തിക്കൊണ്ട് किया गया। भारतीय जनता पार्टी की सरकार ने गोली का जवाब गोले से दिया और आज किसी की हिम्मत नहीं है वहां पर कोई छेड़खानी करने की। കോൺഗ്രസ് സർക്കാരിന്റെ കാലത്ത് പഞ്ചാബിലും ജമ്മു കാശ്മീരിലുമുള്ള നഗരങ്ങൾക്ക് നേരെ പാകിസ്ഥാൻ ആക്രമണം നടക്കുമായിരുന്നു. ഭാരതീയ ജനതാ പാർട്ടിയുടെ സർക്കാർ വന്നതിന് ശേഷം ഒരു തവണ പാകിസ്ഥാൻ ശ്രമിച്ചു. പക്ഷേ വെടിയുണ്ട ഇങ്ങോട്ട് വന്നപ്പോ പീരങ്കികളുടെ ഉണ്ടയാണ് തിരിച്ചു ചെന്നത്. അതാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ സർക്കാർ. नरेंद्र भाई के कारण, उनके व्यक्तित्व के कारण भारतीय जनता पार्टी की सरकार की अच्छी विदेश नीति के कारण दुनिया भर में भारत का सम्मान बढ़ा है। നരേന്ദ്രമോദിജിയുടെ സർക്കാരിന്റെ നയങ്ങളുടെ ഫലമായിട്ട് വിദേശ രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധം മെച്ചപ്പെടുത്താൻ വിദേശ നയത്തിന്റെ അതിൽ വരുത്തിയിട്ടുള്ള മാറ്റങ്ങളുടെ ഫലമായിട്ട് ലോകം മുഴുവൻ മാറ്റമുണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. पहले जब देश के प्रधानमंत्री विदेश जाते थे किसी को मालूम भी नहीं पड़ता था। പണ്ട് നമ്മുടെ രാജ്യത്തെ പ്രധാനമന്ത്രിമാര് വിദേശത്ത് പോകുമ്പോ ആരും അറിയാറില്ല. और आज जब नरेंद्र भाई किसी भी देश में जाते हैं, अमेरिका जाते हैं, फ्रांस, ഭൂമിയിലൊന്ന് വിളനാശം സംഭവിച്ചാൽ പോലും അവർക്ക് പൂർണ്ണ നഷ്ടപരിഹാരം നൽകുന്ന സംവിധാനമാണ് കേന്ദ്ര സർക്കാർ ഏർപ്പെടുത്തിയിരിക്കുന്നത്. और हमने उसकी सहायता में भी 50% की वृद्धि की है। ആ സഹായത്തിലും 50% വർധനവ്, ആ വർധനവാണ് കേന്ദ്ര സർക്കാർ വരുത്തിയിരിക്കുന്നത്. नरेंद्र मोदी सरकार ने देश की सुरक्षा को भी बहुत महत्व दिया है। देश की सीमा को सुरक्षित करने का काम भारतीय जनता पार्टी की सरकार ने किया। ഈ രാജ്യത്തിന്റെ സുരക്ഷിതത്വത്തിന് വേണ്ടിയിട്ടുള്ള പ്രത്യേക പദ്ധതികളാണ് നരേന്ദ്രമോദിയുടെ സർക്കാർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. രാജ്യത്തിന്റെ അതിർത്തികൾ സംരക്ഷിക്കാനുള്ള പദ്ധതികൾ, അങ്ങനെയുള്ള പദ്ധതികളാണ് സർക്കാർ നടപ്പിലാക്കുന്നത്. जब कांग्रेस की सरकार थी तब आए दिन कश्मीर की सरहद पर, पंजाब की सरहद पर पाकिस्तान की ओर से गोलीबारी होती थी। एक बार प्रयास किया गया, भारतीय जनता पार्टी की सरकार ने गोली का जवाब गोले से दिया और आज किसी की हिम्मत नहीं है वहां पर कोई छेड़खानी करने की। കോൺഗ്രസ് സർക്കാരിന്റെ കാലത്ത് പഞ്ചാബിലും ജമ്മു കാശ്മീരിലുമുള്ള നഗരങ്ങൾക്ക് നേരെ പാകിസ്ഥാൻ ആക്രമണം നടക്കുമായിരുന്നു. ഭാരതീയ ജനതാ പാർട്ടിയുടെ സർക്കാർ വന്നതിന് ശേഷം ഒരു തവണ പാകിസ്ഥാൻ ശ്രമിച്ചു. പക്ഷേ വെടിയുണ്ട ഇങ്ങോട്ട് വന്നപ്പോ പീരങ്കികളുടെ ഉണ്ടയാണ് തിരിച്ചു ചെന്നത്. അതാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ സർക്കാർ. नरेंद्र भाई के कारण, उनके व्यक्तित्व के कारण भारतीय जनता पार्टी की सरकार की अच्छी विदेश नीति के कारण दुनिया भर में भारत का सम्मान बढ़ा है। നരേന്ദ്രമോദിജിയുടെ സർക്കാരിന്റെ നയങ്ങളുടെ ഫലമായിട്ട് വിദേശ രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധം മെച്ചപ്പെടുത്താൻ വിദേശ നയത്തിന്റെ അതിൽ വരുത്തിയിട്ടുള്ള മാറ്റങ്ങളുടെ ഫലമായിട്ട് ലോകം മുഴുവൻ മാറ്റമുണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. पहले जब देश के प्रधानमंत्री विदेश जाते थे किसी को मालूम भी नहीं पड़ता था। പണ്ട് നമ്മുടെ രാജ്യത്തെ പ്രധാനമന്ത്രിമാര് വിദേശത്ത് പോകുമ്പോ ആരും അറിയാറില്ല. और आज जब नरेंद्र भाई किसी भी देश में जाते हैं, अमेरिका जाते हैं, फ्रांस जाते हैं, जर्मनी जाते हैं, नेपाल जाते हैं, भूटान जाते हैं, बांग्लादेश जाते हैं, फिजी जाते हैं, जहां जाते हैं वहां हजारों लोग उनके स्वागत के लिए खड़े होते हैं। നമ്മുടെ പ്രധാനമന്ത്രി വിദേശ രാജ്യങ്ങൾ സന്ദർശിക്കുമ്പോൾ, നരേന്ദ്രമോദിജി സന്ദർശിക്കുമ്പോൾ, അത് അമേരിക്കയായാലും ഫ്രാൻസ് ആണെങ്കിലും ഫിജി ആണെങ്കിലും നേപ്പാൾ ആണെങ്കിലും ഭൂട്ടാൻ ആണെങ്കിലും എവിടെയാണെങ്കിലും ആയിരക്കണക്കിന് ആളുകളാണ് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാൻ അവിടെ തടിച്ചുകൂടുന്നത്. मित्रों, ये सम्मान जो नरेंद्र भाई को मिल रहा है
वो नरेंद्र मोदी का सम्मान नहीं है, भारतीय जनता पार्टी का सम्मान नहीं है, देश की 125 करोड़ जनता का सम्मान है, केरल के लोगों का सम्मान है। നരേന്ദ്രമോദിജി വിദേശത്ത് പോകുമ്പോൾ അദ്ദേഹത്തിന് കിട്ടുന്ന ഈ സ്വാഗതം അത് നരേന്ദ്രമോദിക്കുള്ള സ്വീകരണമല്ല, അദ്ദേഹത്തിനോടുള്ള ആദരവല്ല, അത് ഭാരതീയ ജനതാ പാർട്ടിക്കുള്ള ആദരവല്ല, അത് ഈ രാജ്യത്തെ 125 കോടി ജനങ്ങൾ, കേരളത്തിലെ 3.5 കോടി ജനങ്ങൾ ഉൾപ്പെടെയുള്ളവർക്ക് കിട്ടുന്ന ആദരവാണ് വിദേശങ്ങളിൽ നരേന്ദ്രമോദിജിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. अगले साल केरला की जनता फिर से एक बार 5 साल के लिए केरल की सरकार चुनने जा रही है। അടുത്ത വർഷം ഒരിക്കൽ കൂടി 5 കൊല്ലക്കാലത്തേക്ക് കേരളത്തിലെ ജനങ്ങൾ ഈ സംസ്ഥാനം ആര് ഭരിക്കണം എന്ന് തീരുമാനിക്കാൻ പോവുകയാണ്. मैं आज केरला की जनता को अपील करने आया हूँ। ऊपर से जब ईश्वर अपना आशीर्वाद भेज रहा है, उसी वक्त अपील करना चाहता हूँ कि आने वाले इलेक्शन में केरला को भी कांग्रेस मुक्त कर दीजिए, भारतीय जनता पार्टी की सरकार बनेगी। ഇന്ന് ഈ സന്ദർഭത്തിൽ മുകളിൽ നിന്ന് സർവേശ്വരൻ ഈശ്വരന്റെ അനുഗ്രഹങ്ങൾ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഈ അവസരത്തിൽ ഞാൻ ഒരു കാര്യം അഭ്യർത്ഥിക്കുന്നു, ഞാൻ ഒരു കാര്യം ആ സർവേശ്വരനോട് പ്രാർത്ഥിക്കുന്നു. കേരളത്തെ കൂടി കോൺഗ്രസിൽ നിന്ന് മുക്തമാക്കാൻ സർവേശ്വരന്റെ അനുഗ്രഹങ്ങൾ ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. केरला का विकास ना कांग्रेस कर सकती है, ना कम्युनिस्ट कर सकते हैं। केरला का विकास भारतीय जनता पार्टी ही कर सकती है। കേരളത്തിന്റെ വികസനം കോൺഗ്രസുകാർക്ക് നടത്താൻ സാധ്യമല്ല, കമ്മ്യൂണിസ്റ്റുകാർക്ക് ആ വികസനം നടത്തിക്കാൻ സാധ്യമല്ല. അത് ഭാരതീയ ജനതാ പാർട്ടിക്ക് മാത്രമേ ആ വികസനം സാധ്യമാക്കാൻ കഴിയുകയുള്ളൂ. यहाँ से मजबूरी में नौकरी करने के लिए कहीं उत्तर प्रदेश में, कहीं दिल्ली में, कहीं गुजरात में केरला की बेटी जब नर्स बनकर जाती है तो हमारे दिल में भी दर्द होता है कि बेटी को अगर केरला में काम मिलता तो अपने माँ बाप से दूर क्यों आए। കേരളത്തിലെ പെൺമക്കൾ അവർ ജോലിക്ക് വേണ്ടി നഴ്സുമാരായിട്ട് ഉത്തർപ്രദേശിലും ഡൽഹിയിലും ഗുജറാത്തിലുമൊക്കെ പോകേണ്ടി വരുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിൽ വേദനിക്കാറുണ്ട്. അവർക്ക് അവരുടെ അച്ഛനമ്മമാരുടെ കൂടെ ജീവിക്കാൻ കേരളത്തിൽ സാധ്യമല്ലാത്തത് കൊണ്ടാണല്ലോ അവരിങ്ങനെ പോകേണ്ടി വരുന്നത്. अगर केरला के युवा को केरला में ही रोजगारी चाहिए, केरला के युवा को केरला के विकास करने के लिए परिश्रम करना है, तो इसकी एक शर्त है भारतीय जनता पार्टी की सरकार बनाना। കേരളത്തിലെ ചെറുപ്പക്കാർക്ക് അവർക്ക് ഈ നാട്ടിൽ ജീവിച്ച് ഈ നാട്ടിൽ ജോലി ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാകണമെങ്കിൽ അതിന് ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള സർക്കാരിന് മാത്രമേ അങ്ങനെ ഒരു സാഹചര്യം സൃഷ്ടിക്കാൻ സാധിക്കുകയുള്ളൂ. और मैं चेतावनी देना चाहता हूं मित्रों, आज इस मंच पर से इतनी बारिश में हजारों की संख्या पर कार्यकर्ता जब बैठे हैं, तब मैं चेतावनी देना चाहता हूं कि हिंसा के आधार पर भारतीय जनता पार्टी की विचारधारा को आप रोक नहीं सकते, वो और ताकतवर बनकर बाहर आएगी। ഈ കോരിച്ചൊരിയുന്ന മഴയത്ത് ഇവിടെ തടിച്ചുകൂടിയിരിക്കുന്ന ആയിരക്കണക്കിന് പ്രവർത്തകരെ സാക്ഷി നിർത്തി ഞാനൊരു മുന്നറിയിപ്പ് നൽകാൻ ആഗ്രഹിക്കുകയാണ്. ഭാരതീയ ജനതാ പാർട്ടിയെ അക്രമത്തിലൂടെ അടിച്ചമർത്താമെന്ന് ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ അവര് ബുദ്ധികളുടെ സ്വർഗത്തിലാണ് ജീവിക്കുന്നത്. मित्रों, आप सब बारिश में भीग रहे हैं, कोई ज्यादा लंबी बात नहीं करनी है, मगर मोदी जी ने जिस तरह से देश में एक परिवर्तन की शुरुआत की है, 70 साल के बाद देश आशा से मोदी जी के सामने देख रहा है, एक परिवर्तन हो रहा है, वो परिवर्तन केरला में भी करना है। ഈ കോരിച്ചൊരിയുന്ന മഴയത്ത് നിങ്ങളെല്ലാവരും നനഞ്ഞു കുളിച്ച് നിൽക്കുകയാണ്. അതുകൊണ്ട് ഞാൻ ദീർഘമായിട്ട് ഇനിയും സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഒരൊറ്റ കാര്യം മാത്രം പറയാൻ ആഗ്രഹിക്കുന്നു. 68 കൊല്ലക്കാലത്തെ കോൺഗ്രസ് ഭരണത്തിന്റെ ചരിത്രം അവസാനിപ്പിച്ചുകൊണ്ട് നരേന്ദ്രമോദിജി ഈ രാജ്യത്ത് വികസനം ഉണ്ടാക്കാൻ, വികസനം സൃഷ്ടിക്കാൻ വേണ്ടി നടത്തുന്ന ശ്രമങ്ങൾ, ആ ശ്രമങ്ങൾ കേരളത്തിലും ഉണ്ടായേ മതിയാവൂ. और मैं आज केरला की जनता और विशेषकर भारतीय जनता पार्टी के 20 लाख सदस्यों को आह्वान करना चाहता हूं, उखाड़ कर फेंक दीजिए इस
कांग्रेस की सरकार को और भारतीय जनता पार्टी की सरकार लगी। കേരളത്തിലെ ജനങ്ങളോടും ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രത്യേകിച്ച് കേരളത്തിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ 20 ലക്ഷം അംഗങ്ങളോട് ഞാൻ അഭ്യർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു, പിഴതെറിയൂ ഈ കോൺഗ്രസ് സർക്കാരിനെ. मित्रों, मैं ज्यादा बात करना नहीं चाहता क्योंकि आप सब बारिश से, मगर यहाँ से एक संकल्प कर जाइए, एक खूबसूरत प्रदेश में, एक नदियों के प्रदेश में अगली बार भाजपा सरकार। ഇന്ന് ഈ മഴയത്ത് ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. ഒരൊറ്റ കാര്യം മാത്രമേ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുള്ളൂ. ഈ സുന്ദരമായിട്ടുള്ള ഈ സംസ്ഥാനം, നിരവധി നദികൾ, ആ നദികളാൽ സമ്പുഷ്ടമായിട്ടുള്ള ഈ സംസ്ഥാനത്ത് മാറ്റമുണ്ടാക്കിയെടുക്കാനുള്ള പ്രതിജ്ഞ, ആ പ്രതിജ്ഞയുമായിട്ടായിരിക്കണം നമ്മൾ ഇവിടെ നിന്ന് തിരിച്ചു പോകുന്നത്. मेरे साथ दोनों हाथ खड़े कर दीजिए।